സദ്ഗതി പറയുന്നതിന് മുമ്പ് ഭഗവാന്റെ ദാമ്പത്യത്തെക്കുറിച്ചല്ലേ പറഞ്ഞു പോയത് അല്ലേ? രുക്മിണി സ്വയംവരം, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ മറ്റേഴ് വിവാഹങ്ങൾ, പിന്നീട് ഒരു വലിയ സംഖ്യാത്മകമായ വിവാഹം അല്ലേ? അത് നമുക്കൊന്ന് വേഗത്തിൽ ചിന്തിച്ച് രുക്മിണി സ്വയംവരമൊക്കെ കഴിഞ്ഞ് ഭഗവാൻ ദ്വാരകയിൽ വസിച്ചു പോകുന്ന സമയത്ത് ഭഗവാന് നേരെ ഒരു അപവാദം ഉണ്ടായി. ആ അപവാദം സത്രാജിത്ത് എന്ന് പറയുന്ന ഒരാൾക്ക് സമന്തകം എന്ന ഒരു മണി ഉണ്ടായിരുന്നു, ഒരു രത്നം സൂര്യനെ പ്രാർത്ഥിച്ച് കിട്ടിയതാണ്. ഈ സമന്തകത്തിന് വലിയൊരു വിശേഷണമുണ്ട്. അത് എല്ലാ ദിവസവും അതിൽ നിന്ന് കിലോ കണക്കിന് സ്വർണം ലഭിക്കും. അപ്പോൾ അധികമായ സമ്പത്ത് ഒരാളുടെ കയ്യിലേക്ക് കുമിഞ്ഞുകൂടുമ്പോൾ അയാൾക്ക് ശത്രുക്കളുണ്ടാവും അല്ലേ? അത് സമ്പത്ത് നേടാൻ വേണ്ടി മറ്റു പലരും തയ്യാറാവും. അങ്ങനെയുള്ളവർ ഇത് മോഷ്ടിക്കാൻ അപഹരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ജീവന അപകടം വരെ ആർക്കുണ്ടാവാം, സത്രാജിത്തിനൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രജയിൽ ഒരാളായ സത്രാജിത്തിന് ഭാവിയിൽ ദുഃഖമുണ്ടാകരുത് എന്ന് കണ്ടുകൊണ്ട് ഭഗവാൻ ഈ സമ്പത്ത് സമൂഹത്തിലെ എല്ലാവർക്കും ഗുണപ്രദം കൂടി ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും സത്രാജിത്തിനോട് പറഞ്ഞു ഈ സമന്തകമണി കൊട്ടാരത്തിൽ ഏൽപ്പിക്കാൻ പറഞ്ഞു. സത്രാജിത്താകട്ടെ സമ്പത്ത് കൊണ്ട് ആധിക്യം വന്നപ്പോൾ മനസ്സിലായില്ലേ, സത്രാജിത്തിൻ്റെ സ്വബോധം അങ്ങ് നഷ്ടപ്പെട്ടു. നമ്മളിലൊക്കെ ചില ആൾക്കാർ അങ്ങനെയല്ല, സമ്പത്ത് അധികമായി വന്നു കഴിഞ്ഞാൽ പിന്നെ അല്ലേ നമുക്കൊക്കെ ചിലപ്പോൾ അതിൻ്റെ അഹങ്കാരം വർദ്ധിച്ചു വരാം, പല കാര്യത്തിലൂടെയും വരാം. അത് ഈ ധനത്തിൽ മാത്രമല്ല, പല കാര്യങ്ങളും അമിതമായി വരുമ്പോൾ നമ്മളതിൽ എന്ത് ചെയ്യും, നമ്മളതിലൊരു അഹങ്കാരം വന്നു ചേരും. ഇവിടെ സമ്പത്തിലുള്ള അഹങ്കാരം വളരെ എളുപ്പം ഉണ്ടാവും. കാരണം നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു കലി ബാധിക്കുന്ന അല്ലേ വസ്തുക്കൾ ഏതൊക്കെയാണ് എന്ന് ചർച്ച ചെയ്യുമ്പോൾ കലി പറയുന്നുണ്ട് പരീക്ഷത്തിനോട് ഏതിലൊക്കെ വേണം. ഒന്ന് ചൂത് കളിക്കുന്ന സ്ഥലം, മദ്യപാനത്തിൻ്റെ സ്ഥലം അല്ലേ, വേശ്യാലയം, പിന്നെ ഒന്ന് സമ്പത്ത്, പ്രൊഫസിലല്ലേ, ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾ പറയുന്നുണ്ട്. കശാപ്പുശാല, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് 5 സ്ഥലങ്ങളിൽ കലി ബാധിക്കും. അപ്പോൾ കലി ബാധിക്കുന്നതിൽ ഒരു സ്ഥലമല്ലേ സത്രാജിത്തിൻ്റെ ഈ സമ്പത്ത് വർധനവ്. അപ്പോൾ ആ കലി ബാധിച്ചപ്പോൾ മനുഷ്യ മനസ്സിൽ, കലി എന്ന് പറഞ്ഞാൽ എന്താ, മനുഷ്യ മനസ്സിലെ മാലിന്യത്തെയാണ് കലി എന്ന് പറയുന്നത്. അപ്പോൾ മാലിന്യം വന്നപ്പോൾ യഥാർത്ഥത്തിലുള്ള കാഴ്ച നഷ്ടപ്പെട്ടതുകൊണ്ട് ഭഗവാനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് നാട്ടൊട്ടുക്ക് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടന്നു. ശ്രീകൃഷ്ണൻ നിങ്ങൾ വിചാരിക്കുന്നത്ര നല്ല ആളൊന്നുമല്ല, പുള്ളിക്കാരൻ ഈ പണമൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ അല്ലേ പറഞ്ഞു ഒന്നിനോട് മോഹമില്ലെന്ന്. അങ്ങനെയൊന്നുമല്ല, എൻ്റെ കയ്യിലെ മണി കിട്ടാൻ വേണ്ടി തന്ത്രപൂർവ്വം എന്നെ വിളിച്ച് കയ്യിലിരുന്ന അപകടം അഞ്ഞു കൊണ്ടുവരാനൊക്കെ പറഞ്ഞു. എന്താ കാര്യം, എല്ലാ ദിവസവും കിട്ടുന്ന സ്വർണ്ണം അടിച്ചു മാറ്റാനാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന സ്വർണ്ണത്തിൻ്റെ അളവ് കൂടി വരുന്നതിന് പുള്ളിക്ക് അസൂയുണ്ട്. എന്താ കാര്യം, ഈ സ്വർണ്ണം ഇങ്ങനെ കൂടി എനിക്ക് വന്നാൽ കൃഷ്ണനേക്കാളും വലിയ സമ്പന്നൻ സത്രാജിത്ത് ആകുമോ എന്ന് ആർക്കൊരു പേടിയുണ്ടത്, കൃഷ്ണനൊരു പേടിയുണ്ടോ എന്നൊക്കെ ആര് പറഞ്ഞു വരുത്തി, സത്രാജിത്ത് പറഞ്ഞു വരുത്തി. ഭഗവാനാകട്ടെ അതൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല. കാര്യം എന്താ, അപവാദങ്ങൾ പലതും പറയും, മനസ്സിലല്ലേ. നിന്ദന്തു നീതി നിപുണ യതിവാസ്തു ബന്ധു ലക്ഷ്മി സമാവിച്ചതു യഥേഷ്ടം എന്ന് പറയുന്ന ഭഗവാന്റെ തന്നെ ഒരു തത്വമുണ്ട്. എന്താ, നിന്ദിക്കേണ്ടവർ നിന്ദിക്കും, സ്തുതിക്കേണ്ടവർ സ്തുതിക്കും. പണ്ഡിതന്മാർ, പണ്ഡിതൻ വെച്ചാൽ അറിവുള്ളവർ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാറില്ല, മനസ്സിലല്ലേ. സ്തുതിച്ചാലും അതുപോലെ നിന്ദിച്ചാലും അത് അവരുടെ ജോലി എന്ന് പറഞ്ഞ് അതിൻ്റെ പോലെ സ്തുതിക്കുന്നവനെ കൂടെ പോയി ചേർത്ത് പിടിക്കാനും നിന്ദിക്കുന്നവനെ പോയി എതിർക്കാനും പോയാൽ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. അത് അവരുടെ വഴിക്ക് വിടും. അറിവുള്ളവൻ എന്ത് ചെയ്യും, അവനവൻ്റെ ആത്മബോധത്തിൽ നിഷ്ഠരായി മുന്നോട്ട് പോകും. അതുകൊണ്ട് ഭഗവാൻ ഇതൊന്നും അങ്ങോട്ട് വലിയ കാര്യത്തിൽ ശ്രദ്ധ കൊടുത്തില്ല. ഈ സത്രാജിത്ത് ഇതൊക്കെ പറഞ്ഞു നടന്നു. കുറേ പേരത് വിശ്വസിച്ചു, കുറേ പേര് വിശ്വസിക്കാനും. അപ്പോൾ നാട്ടിൽ നമുക്കറിയാലോ, ഏതൊരു കാര്യത്തിനകത്തും 2 ഭാഗം ഉണ്ടാവില്ലേ. നമ്മൾ സാധാരണ ഒരു ചൊല്ലു പറയില്ല, എന്താ, അമ്മയെ തല്ലിയാലും 2 പക്ഷം. ഒന്ന് പറയും അല്ലെങ്കിൽ അവർക്ക് ഇച്ചിരി കിട്ടേണ്ടതായിരുന്നെന്ന് പറയും. ഒരു ഭാഗം എന്ത് പറയും, അത് തെറ്റായിപ്പോയെന്നും പറയും. അത് രണ്ടും കാരണം എന്താ, ഈ 2 തരത്തിൽ പറയുന്നവരുടെ മനോഭാവത്തെ ആശ്രയിച്ചിട്ടാണ് അല്ലേ. തല്ല് കൊടുത്താളിനെ തല്ല് കിട്ടിയ ആളിനെ ആശ്രയിച്ചിട്ടല്ല, അത് അറിഞ്ഞ് പറയുന്നവരുടെ മനോഭാവത്തെ ആശ്രയിച്ചിട്ട് പറയാറുണ്ട്. അപ്പോൾ വാദങ്ങളുണ്ടാവും. പ്രത്യേകിച്ചും നാട്ടിൽ സത്യത്തേക്കാൾ വേഗത്തിൽ പരക്കുന്നത് എന്തായിരിക്കും, അസത്യമായിരിക്കും. സത്യത്തേക്കാൾ വേഗത്തിൽ പരക്കുന്ന അസത്യമായിരിക്കും. കാളാൻ പെട്ടെന്ന് കേട്ടാൽ കയറെടുക്കരുതെന്ന് പണ്ടുള്ളവർ പറയുന്നത് കൊണ്ടാണ്. നമ്മൾ ഈ സത്യത്തേക്കാൾ വേഗത്തിൽ പരക്കുന്ന അസത്യമാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മളിവിടുന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആരെങ്കിലും വന്ന് പറയാം, അല്ലോ നിന്നെക്കുറിച്ച് അവർ ഇങ്ങനെ പറഞ്ഞൊന്ന് കേൾക്കുന്ന മാത്രമേ തന്നെ നമ്മൾ അവരെ ശത്രുവായിട്ട് കൽപ്പിച്ചു ഇല്ലേ. അവരിങ്ങോട്ട് മിണ്ടാൻ വന്നാലും പറയും നീ വേണ്ട, നീ എന്താ പറഞ്ഞു ഞാൻ അറിയാം. സത്യത്തിൽ അത് സത്യമായിരിക്കും, ചിലപ്പോൾ അസത്യമായിരിക്കും. അസത്യത്തിലാണ് നമ്മൾ വീഴുന്നത്. പലപ്പോഴും നമ്മൾ പോയി വീഴുന്നത് അസത്യത്തിലായിരിക്കും. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പ്രചരിപ്പിക്കാൻ ഇഷ്ടമുള്ളത് ഏതാ, സത്യമാണോ അസത്യമാണോ? ചിലർ രാവിലെ ഉറക്കമണിക്കുന്നതന്നെ പരദൂഷണം പറയാൻ വേണ്ടിയിട്ടാണ്.
ആരെങ്കിലും കുറിച്ച് 10 കുറ്റം പറഞ്ഞില്ല ചിലർക്ക് ഉറക്കം വരുന്നില്ല. ചിലർ ഈ രാവിലെ വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ പുറത്ത് ജോലിക്ക് വന്നവരാണെങ്കിൽ ജോലിയുടെ ഇടയ്ക്ക് ഇച്ചിരി സമയം കിട്ടിയാൽ വന്നേരം എന്ത് ചെയ്യും? 10 പേരെ കുറിച്ച് കുറ്റം പറയും ഇല്ലേ? അല്ലെങ്കിൽ ഒരു സുഖം വരുന്നില്ല മനസ്സിൽ. അതുകൊണ്ടാണ് പണ്ടേ ഉള്ളവർ പറയും പരദൂഷണം കേൾക്കരുത്. പരദൂഷണം കേൾക്കുകയും പറയുകയും ചെയ്യുന്നത് മനസ്സിലായില്ലേ? നമ്മൾ മറ്റൊരാളിൻ്റെ കുറ്റമാണ് പറയുന്നതെങ്കിൽ ആ കുറ്റക്കാരനേക്കാളും വലിയ മോശക്കാരനെ ഈ പറയാനിരിക്കുന്നവൻ. മനസ്സിലായോ? പരദൂഷണം കേൾക്കുന്നവനും സ്വന്തം മനസ്സ് മോശമായവനാ മറ്റുള്ളവരെ കുറിച്ചുള്ള പരദൂഷണം കേൾക്കാനിരിക്കുന്നത്. ഇത് രണ്ടും ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ മോശമാക്കും അല്ലേ? ഏതെങ്കിലും ഒരു കാര്യം നാട്ടിൽ എല്ലാവരും അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരാളടുത്ത് പറഞ്ഞാൽ മതി, ഭയങ്കര രഹസ്യമാണ്, ആരോടും പറയല്ലേ എന്ന് പറഞ്ഞാൽ മതി. പിന്നെ നമുക്കൊരു പത്രവും വേണ്ട, ഒരു മാധ്യമവും വേണ്ട, വളരെ വേഗത്തിൽ അതൊക്കെ പരക്കും. ഇങ്ങനെയൊക്കെയുള്ള ചില മാലിന്യമാണ് നമ്മൾ കലി എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രകടഭാവം. മറ്റൊരു ഭാവം മനോമാലിന്യങ്ങളാണ്. ഈ മനോമാലിന്യങ്ങളെ അകറ്റാനാണ് ഭക്തി. ഇവിടെ സത്രാജിത്ത് ഇങ്ങനെ പറഞ്ഞു വരുത്തി. നിങ്ങളുടെ കയ്യിൽ വെച്ച് സത്രാജിത്തിൻ്റെ അനുജൻ നായാട്ടിന് പോയപ്പോൾ ഈ മാലയും കഴുത്തിലിട്ടുകൊണ്ട് പോയി. ആ പോകുന്ന വഴിയിൽ വെച്ചൊരു സിംഹം ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഈ മാലയുടെ തിളക്കം കണ്ടപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് സത്രാജിത്തുമായിട്ട് ഏറ്റുമുട്ടി. സത്രാജിത്തിൻ്റെ അനിയൻ പ്രസേനനുമായിട്ട് ഏറ്റുമുട്ടി. അനുജനായ പ്രസേനനെ വധിച്ചു. ഈ മാല കടിച്ചെടുത്തോണ്ട് അത് പോയി. അതിങ്ങനെ മാലയും കടിച്ചോട്ട് പോകുന്ന ഒരു വാനരൻ കണ്ടു, ഒരു വലിയ ബലിഷ്ഠനായ വാനരൻ കണ്ടു. വാനരൻ നോക്കിയപ്പോൾ കൊള്ളാം, നല്ലൊരു മാല, വീട്ടിലെ കുട്ടികൾക്ക് കളിക്കാൻ കൊടുത്താൽ കൊള്ളാം എന്ന് തോന്നി. ആ വാനരൻ ഈ സിംഹത്തെ വധിച്ചു. അപ്പോൾ അത്രയും കരുത്തുള്ള വാനരനാണല്ലോ, അല്ലെങ്കിൽ സിംഹത്തെ വധിക്കാൻ പറ്റില്ല, വധിച്ചു. ഈ മാല കൊണ്ടുപോയി തൻ്റെ മക്കൾക്ക് കളിക്കാൻ കൊടുത്തു. അപ്പം ഈ നായാട്ടിന് പോയ അനുജനെ കാണാൻ സത്രാജിത്തും കൂട്ടാളികളും തെരഞ്ഞുപോയപ്പോൾ അനുജൻ്റെ മൃതശരീരം കണ്ടു. സത്രാജിത്ത് അനുജൻ്റെ ജീവൻ പോയതിനേക്കാൾ ആദ്യം നോക്കിയത് എന്താ? മാലയാണ്. മനസ്സിലായില്ലേ? മാലയില്ല, നഷ്ടപ്പെട്ടു. അന്നേരം തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിച്ചു. എന്താ? ഇത് കൃഷ്ണനാണ്. പണ്ടേ ഈ മാലയിൽ കൃഷ്ണനൊരു കണ്ണുണ്ടായിരുന്നു. പലയിടത്തും കളിച്ച കളി പോലെ തന്നെ എൻ്റെ മാല എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? എൻ്റെ അനുജനെ കൊന്നു. നിങ്ങൾ പറയുന്ന ധർമ്മിഷ്ഠനായ നല്ലവനായ കൃഷ്ണനല്ല എന്ന് ഇപ്പം നിങ്ങൾക്കൊക്കെ മനസ്സിലായോ എന്ന് കൂടെയുള്ള നാട്ടുകാരോടൊക്കെ ചോദിച്ചു. ഇങ്ങനെയും കൂടെ ആയപ്പോൾ ആൾക്കാർ വീണ്ടും കൃഷ്ണനോടൊരു സംശയമായി. ഈ വാർത്ത പരന്നു. ബലരാമൻ അടക്കം കൃഷ്ണനോട് ചോദിച്ചു, കൃഷ്ണ എന്തെങ്കിലും മനസ്സറിവുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് ഇല്ല എന്ന് തെളിയിക്കേണ്ട ചുമതല ആരുടേതായി? ഭഗവാന്റേതായി. ഭഗവാൻ ഇറങ്ങി പുറപ്പെട്ടു. ആ പുറപ്പെട്ട് വരുന്ന സമയത്ത് ഈ പ്രസേനന്റെ ശരീരം കിടന്ന സ്ഥലത്ത് പോയി നോക്കി. അവിടെ നിന്നൊരു സിംഹത്തിൻ്റെ കാൽപാദം കണ്ടു. അതിനെ പിന്തുടർന്നു. കുറേ ദൂരം ചെന്നപ്പോൾ സിംഹം മരിച്ചു കിടക്കുന്നു. അവിടെ നിന്നൊരു വാനരൻ്റെ കാൽപാദം കണ്ടു. ആ വാനരൻ്റെ കാൽപാദത്തെ പിന്തുടർന്നു പോയി. ആ വാനരൻ്റെ കാൽപാദത്തെ പിന്തുടർന്നൊരു ഗുഹയിൽ ചെന്നു. ആ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. ആ ഗുഹയ്ക്കുള്ളിൽ ചെന്നപ്പോൾ അവിടെ 2 കുട്ടികൾ ഇരുന്ന് മാല വെച്ച് കളിക്കുന്നുണ്ട്. ജാമ്പവാൻ്റെ മക്കൾ കളിക്കുന്നുണ്ട്. ആൺകുട്ടിയും പെൺകുട്ടിയും ഇരുന്ന് കളിക്കുന്നുണ്ട്. ഭഗവാൻ ചെന്ന് പറഞ്ഞു, ആ മാല ഇനി തരിക. കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു ആരോപണമുണ്ട്. ആ ആരോപണമൊക്കെ ഇല്ലാതാവണം. എന്ത് വേണം? ഈ മാല കൊണ്ടുപോകണം. ഈ കുട്ടികൾക്ക് ഈ കിട്ടുന്ന കളിപ്പാട്ടം പിന്നെ കൊടുക്കുമോ? സ്വന്തം അച്ഛനും അമ്മയും മേടിച്ചു കൊടുത്ത കളിപ്പാട്ടം പോലും പിന്നെ തിരിച്ചവരെ കയ്യിൽ നിന്ന് എടുക്കാൻ ആരും സമ്മതിക്കില്ല. കുട്ടികൾ സമ്മതിക്കില്ല. കാരണം എന്താ? അവർക്ക് അതിനോടൊരു മമത, അമിതമായ ഒരടിക്ക് വന്നു. പ്രത്യേകിച്ച് കുഞ്ഞുനാളിൽ കുട്ടികൾക്ക് ഏതിനോട് അടിക്ക് വരും? ഏറ്റവും സ്നേഹം പിടിച്ചിരിക്കുന്ന അമ്മയുടെ കയ്യിൽ നിന്ന് വേണമല്ലോ അവൻ ചാടി താഴെ ഇരിക്കും കളിപ്പാട്ടം കിട്ടിയ. കാരണം കളിപ്പാട്ടം അവനെ ഓരോ പ്രായത്തിൽ ഓരോരുത്തരെ ആകർഷിക്കുന്ന ഓരോ ഘടകങ്ങളുണ്ട്. ചിലതൊക്കെ നമ്മളിടയ്ക്ക് പറഞ്ഞു, ഇന്നത്തെ കാലത്ത് കൊച്ചുങ്ങൾക്ക് മൊബൈൽ കളിക്കാൻ കൊടുക്കുമ്പോൾ നാളെ അത് കാലത്ത് തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. ഇന്നലത്തെ ഒരു ദിവസം ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടിയുടെ കയ്യിൽ നിന്ന് ക്ലാസ് റൂമിൽ വെച്ച് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതിൻ്റെ പേര് അധ്യാപിക ആ മൊബൈൽ പിടിച്ചു വാങ്ങിയപ്പോൾ അധ്യാപികയെ ചെരുപ്പ് ഊരി അടിച്ചു ഒരു പെൺകുട്ടി, ആന്ധ്രാപ്രദേശിൽ. ഇന്നത്തെ വാർത്താ ചാനലുകളിലൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? ഗുരുവിനെ ഈശ്വരതുല്യം കാണണമെന്നൊക്കെ പറയുന്ന വിദ്യാലയത്തിൽ വെച്ച് വിദ്യ പഠിക്കാൻ പോയ പെൺകുട്ടി മൊബൈലിൽ വാങ്ങി, അതായത് ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഉപയോഗിച്ചത് കൊണ്ട് ആ ക്ലാസ്സിൻ്റെ സ്കൂളിൻ്റെ നിയമം തെറ്റിച്ചത് കൊണ്ട് ആ മൊബൈൽ മാറ്റിയപ്പോൾ അതിൻ്റെ ആശയം മനസ്സിലായില്ലേ? ചെരുപ്പൂരിട്ടാണ്.
ചെരിപ്പൂരി അധ്യാപികയെ തല്ലുന്ന ചിത്രം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇതേ അടി ഇന്നിപ്പോൾ ഇപ്പോൾ ഈ വീഡിയോയിലൊന്നും പുറത്ത് വരുന്നതേ ഉള്ളൂ. പല വീട്ടിലെ അമ്മമാർക്കും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ചെരുപ്പില്ലെങ്കിൽ തവിക്കണയോ ചൂലോ ഇനി കയ്യിലിരിക്കുന്ന പുസ്തകമോ ഒക്കെ വെച്ച് എറിയുന്ന പിള്ളേരുടെ ലോകത്താണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. ശരിയല്ലേ? ഇപ്പം ക്ഷേത്രത്തിൽ പോയാൽ പോലും കൈകൂപ്പേണ്ട രീതിയിൽ പോലും അല്ല കൈകൂപ്പുന്നത്. പലരും നടുക്ക് മൊബൈൽ വെച്ചിട്ടാണ് കൂപ്പുന്നത്. മൊബൈൽ വേണ്ടാന്നല്ല, ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. നമ്മളെല്ലാം ഓരോ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഉപയോഗിക്കണം. പക്ഷേ ഓരോന്നിനും ഉപയോഗിക്കേണ്ടതിനും അല്ലേ, ഏതൊരു വസ്തുവും ഉപയോഗിക്കേണ്ടതിനും ലിമിറ്റേഷൻ ഉണ്ട് അല്ലേ? ഉണ്ടോ ഇല്ലയോ? ഓരോ സ്ഥാനങ്ങൾക്കും വ്യത്യാസമനുസരിച്ച് അത് ഉപയോഗിക്കേണ്ടതിന് ക്രമമുണ്ട്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പാലിക്കണം. പലരും യജ്ഞശാലയിൽ തന്നെ ചിലർ വന്ന് തൊഴുന്നു നമുക്ക് കാണാം. മൊബൈൽ കൈ നടക്കിരിക്കും. അപ്പുറം കൈ കൂപ്പുള്ളത് എങ്ങനെയാണ്? കൈ കൂപ്പുന്നതിൻ്റെ ഉള്ള ഭാഗം പൊള്ളയായിട്ട് ഇങ്ങനെ താമര മുട്ടുപോലെ പിടിക്കണമെന്നാണ് പറയുന്നത്. 10 ജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയം, 10 ഇന്ദ്രിയങ്ങളും ഭഗവാനെ നിന്നിലേക്ക് ഞാൻ ചേർക്കുന്നു. അതിൻ്റെ ഉള്ളിലായ എൻ്റെ മനസ്സിനെ ഞാൻ അടക്കം ചെയ്യുന്നു. മനസ്സിലായില്ലേ? അതാണ് മനസ്സെപ്പോഴും ശൂന്യതയുടെ അർത്ഥമാണ്. അതിലേക്ക് ചിന്തകൾ കയറുമ്പോഴാണ് മനസ്സെന്ന സ്വരൂപം ഉണ്ടാകുന്നത്. ആ ശൂന്യതാബോധത്തിൽ മനസ്സിനെ അടക്കിയാണ് തൊഴുതേണ്ടത്. ഇപ്പം മനസ്സടക്കിയല്ല തൊഴുന്നത്, മൊബൈൽ അടക്കിയ തൊഴുന്നത്. ഒരിക്കലും ഒരു അമ്പലത്തിൽ പോയപ്പോൾ ഈ മൊബൈൽ അമ്പലത്തിനുള്ളിൽ ബെല്ലടിക്കരുതെന്ന് അവിടെ എഴുതി വെച്ചേക്കുന്നുണ്ട്. സൈലൻ്റ് ആക്കിയിട്ടാണ് കയറിയത്. ഒരാൾ വൈബ്രേഷൻ ഇട്ടുകൊണ്ട് കയറി. കയ്യിൽ മൊബൈൽ വെച്ചുകൊണ്ട് ഇന്ന് തൊഴുതാണ് ദീപാരാധന സമയത്ത്. അപ്പോൾ ഈ വൈബ്രേഷൻ ഇട്ട മൊബൈലിൽ കോൾ വന്നപ്പോൾ വൈബ്രേഷൻ അടിച്ചിട്ട് നിന്നൊരു കുലുക്കം കുലുങ്ങി. മനസ്സിലായില്ലേ? അപ്പോൾ പുറകിൽ നിന്ന് ആരാണ്ട് വിളിച്ച് തിരുമേനി പെട്ടെന്ന് വാത കയറിയിട്ടുണ്ട്, ഇച്ചിരി പുണ്യവെള്ളം തളിക്കുന്ന പറഞ്ഞിട്ട് വിളിച്ച് തിരുമേനി ഓടിയെന്നോ വാതയല്ല കയറിയത്. ഏതാ കയറിയത്? കോള് കയറിയ അവസ്ഥയിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അത് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഈ മമതാബന്ധം ഈ കുട്ടികൾക്ക് കളിപ്പാട്ടത്തോട് ഉണ്ടായി. ഭഗവാൻ ചോദിച്ചു, കുട്ടികൾ കൊടുത്തില്ല. ഭഗവാൻ പിടിച്ചു വാങ്ങി. ബലമായി വാങ്ങിയപ്പോഴത്തേക്ക് ഇവർ വളം വെച്ചു, നിലവിളിച്ചു. ഇത് കേട്ടുകൊണ്ട് പിതാവ് ഓടി വന്നു. ഈ പിതാവ് ഒന്ന് ചോദിച്ചു, ആരാടാ എൻ്റെ കൊച്ചിൻ്റെ കയ്യിലിരിക്കുന്ന കളിപ്പാട്ടം പിടിച്ചു വാങ്ങിയെന്ന് ചോദിച്ചു. ചോദിച്ചിട്ട് ഭഗവാനുമായിട്ട് നല്ല ഗംഭീര അടി തുടങ്ങി രണ്ടുപേരും തമ്മിൽ. ഇവിടെ ഒരു അത്ഭുതകരമായൊരു ചിത്രമാണുള്ളത്. 28 ദിവസം. മനസ്സിലായില്ലേ? ഭഗവാൻ ഈ വാനരനെ പരാജയപ്പെടുത്താൻ പറ്റിയില്ല. വാനരന് ഭഗവാനെയും പരാജയപ്പെടുത്താൻ. രണ്ടുപേരും ചിന്തിക്കുന്നത് എന്താടാ എനിക്ക് ജയിക്കാൻ പറ്റാത്തതെന്നാണ്. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കാം. ജനിച്ച് വീണ തൊട്ടടുത്ത നിമിഷം പൂതന എന്ന ഉഗ്രരാക്ഷസിയെ വധിച്ച കൃഷ്ണൻ അല്ലേ? ഗോവർദ്ധന പർവ്വതത്തെ ഉദാഹരണം ചെയ്ത കൃഷ്ണൻ. വലിയ വലിയ ബലപ്രയോഗമൊക്കെ നടത്തി വന്ന കൃഷ്ണൻ. ആ കൃഷ്ണന് ഇവിടെ ഒരു വാനരന്റെ മുമ്പിൽ ജയിക്കാൻ പറ്റാത്ത അവസ്ഥ സംജാതമാണ്. ഈ വാനരനാണെങ്കിലോ അയാൾ നിസ്സാരക്കാരനല്ല, വളരെ കരുത്തുറ്റ വാനരൻ. വാനരൻ ചിന്തിക്കുന്നു ഞാൻ എന്താ ജയിക്കാത്ത. അവസാനം വാനരന് എന്തുകൊണ്ട് ജയിക്കാൻ സാധിക്കുന്നില്ല എന്ന ചിന്തയിൽ തൻ്റെ ഇഷ്ടമൂർത്തിയെ മനസ്സിൽ സ്മരിച്ചു. മനസ്സിലായില്ലേ? ആ സമയത്താണ് വാനരൻ നിസ്സാരക്കാരനെന്ന് മനസ്സിലായല്ലോ. ഇഷ്ടമൂർത്തിയെ സ്മരിച്ചപ്പോൾ ആ ഇഷ്ടമൂർത്തി തന്നെയാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് ആര് തിരിച്ചറിഞ്ഞു? വാനരൻ തിരിച്ചറിഞ്ഞു. ആരായിരുന്നു ഇഷ്ടമൂർത്തി? രാമൻ. കൃഷ്ണനല്ല. കൃഷ്ണനാണെങ്കിൽ നേരത്തെ അങ്ങ് തിരിച്ചറിയുമല്ലോ. വാനരൻ്റെ ഇഷ്ടമൂർത്തി രാമനാണ്. രാമാവതാര കാലത്ത് ജാമ്പവാനാണ് ഈ വാനരൻ. മനസ്സിലായില്ലേ? ജാമ്പവാൻ ചിരഞ്ജീവിയാണ്, വലിയ ശക്തിശാലിയാണ്. ആ ജാമ്പവാന്റെ ഉള്ള നിറയെ ആരാ ഉള്ളത്? രാമനാണ്. രാമനെന്ന ഭക്തി കൊണ്ട് നിറഞ്ഞതാണ് ജാമ്പവാൻ. ആ ഭഗവാൻ രാമാവതാരത്തിൽ രാവണ നിഗ്രഹം കഴിഞ്ഞ് പോകുന്ന വേളയിൽ ജാമ്പവാൻ ഭഗവാനെ നോക്കി തൊഴുതുകൊണ്ട് വെച്ചു, ഭഗവാനെ ഇനി എന്നാ കാണാൻ സാധിക്കുന്നത്? അടുത്ത അവതാരത്തിലും കാണാൻ സാധിക്കുമെന്നുള്ള അനുഗ്രഹം കൊടുത്തു. ഇവിടെ രാമാവതാരം മാത്രം കണ്ട ആളല്ല ജാമ്പവാൻ. കൃഷ്ണാവതാരം കണ്ടു. അത് മാത്രമല്ല, വാമനാവതാരവും കണ്ട ആളാണ് ജാമ്പവാൻ. ചിരഞ്ജീവിയാണ്. വാമനാവതാര സമയത്ത് ഭഗവാൻ ആകാശം മുട്ട വളർന്നു എന്ന് പറയുന്ന സമയം ഭൂമിയെ വലം വെച്ച് ഭഗവാന്റെ പാദത്തിൽ 3 തവണ നമസ്കരിച്ച ആളാണ് ജാമ്പവാൻ. അത്രയും കരുത്തനായ ഭഗവാന്റെ ഭക്തനാണ് ജാമ്പവാൻ. അതുകൊണ്ട് ഭഗവാൻ തന്നെയാണ് ജാമ്പവാന്റെയും ഉള്ളിൽ. അതുകൊണ്ടാണ് തുല്യ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടിയാൽ പരാജയം ഉണ്ടാവുമോ? മനസ്സിലല്ലേ? അതാണ് അവിടെ പരാജയം അനുഭവപ്പെടാൻ. തുല്യമായ ശക്തികൾ
ഇപ്പം നമ്മൾ സാധാരണഗതി പറയും എൻ്റെ ഇടത് കൈക്കാണ് നല്ല വാക്ക്, ചിലർ പറയും എനിക്ക് വലത് കൈക്കാണ് അല്ലേ. ചിലർ കണ്ടില്ല, ഒറ്റയ്ക്ക് നോക്കുമ്പോൾ ചിലർക്ക് ഏത് സാധനം എടുത്ത് നോക്കണമെങ്കിൽ വലത് കൈക്കാണ് ബലം ഇല്ലേ. ചിലർ പറയും ഇടത് കൈക്കാണെന്ന് പറയും. ഇനി നിങ്ങൾ ഈ ഇടത് കൈയും വലത് കൈയും കൂടെ ചേർത്ത് വെച്ചിട്ടൊന്ന് വലിച്ചു നോക്കേ, ഏത് കൈ ജയിക്കും? തുല്യമായി പ്രയോഗിക്കുമ്പോൾ രണ്ടിനും തുല്യ ബലമേ എടുത്തുള്ളൂ, മനസ്സിലായില്ലേ? അവിടെ വലത് കൈക്ക് ആരെങ്കിലും വലിയ ബലം കൂടുതലെന്ന് വലത്തോട്ട് നീങ്ങത്തില്ല, അവിടെ നിൽക്കും, അവിടെ തന്നെ നിൽക്കത്തേ ഉള്ളൂ. അത് വീട്ടിൽ പോയിട്ട് ചെയ്ത് നോക്കിയാലും മതി, പരസ്പരം തെളി നോക്കിയാലും അവിടെ നിൽക്കും. അപ്പം തുല്യ ശക്തികളാണെന്ന് തിരിച്ചറിഞ്ഞു. രാമൻ ആണ് തൻ്റെ മുന്നിൽ നിൽക്കുന്ന കൃഷ്ണൻ എന്നറിഞ്ഞ് ആ പാദത്തിൽ നമസ്കരിച്ചു. ജാമ്പവാൻ എന്ത് ചെയ്തു? ആ മംഗളകരമായ ആ മാല ആർക്ക് കൊടുത്തു? പിടിച്ചു മേടിക്കേണ്ട, തന്നിരിക്കുന്ന ഭഗവാന് കൊടുത്തു. ഈ മാല കൊടുത്തതിന് ശേഷം ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന് തൻ്റെ ഹൃദയം കൂടി സമർപ്പിച്ചു ജാമ്പവാൻ. എന്താ ഈ ഹൃദയം സമർപ്പിച്ചു എന്ന് പറയുന്നത്? ഹൃദയം മാറ്റിയൊക്കെ ശസ്ത്രക്രിയ വഴി ഹൃദയം എടുത്തങ്ങ് കൊടുത്താണോ ഇരിക്കട്ടെ എന്ന് പറഞ്ഞത്? എന്താ ഈ ഹൃദയം കൊടുത്തു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. ഇവിടെ മാതാപിതാക്കളെ സംബന്ധിച്ചോളം അവരുടെ ഹൃദയമാണ് പെൺമക്കൾ എന്നൊരു തത്വമുണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ഏറ്റവും വലിയ ചടങ്ങ് താലി കെട്ടക്കോ അല്ല, മാലയിടിയിലും അല്ല. എന്താ ഏറ്റവും വലിയ ചടങ്ങ്? കൈ പിടിച്ചു കൊടുക്കലാണ് അല്ലേ? കാരണം എന്താ? എൻ്റെ ഹൃദയത്തെ ഞാൻ നിന്നിൽ ഏൽപ്പിക്കുന്നു, അതിനെ ഭദ്രമായി സൂക്ഷിക്കുക. ഹൃദയം ആയിരിക്കണേ ഏൽപ്പിക്കുന്നു. നമ്മൾ പറഞ്ഞ കണക്ക് നവനീതം പോലുള്ള ഹൃദയമാണെങ്കിൽ ഭദ്രമായി സൂക്ഷിക്കണം, കരിങ്കല്ല് പോലുള്ള ഹൃദയമാണെങ്കിൽ അടിച്ചു പൊട്ടിക്കേണ്ടി വരും. അത് നമ്മൾ സ്വയം മനസ്സിലാക്കുക. അപ്പോൾ ഹൃദയത്തെ കൊടുത്തു. അപ്പോൾ ചോദിക്കുക, ആൺമക്കളോ? ആൺമക്കൾ അച്ഛൻ്റെ അമ്മയുടെ ഐശ്വര്യമാണ്, മനസ്സിലായില്ലേ? അവരുടെ ഐശ്വര്യമാണ് ആൺമക്കളെന്ന് പറയും, സമ്പത്താണ്. അപ്പോൾ കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ വന്നു. ഈ മണി ആർക്ക് കൊടുത്തു? സത്രാജിത്തിൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ഇത്തരം ആരോപണം പറയാൻ സൂക്ഷിച്ച് നീ ചോദിച്ചു. അപ്പോൾ സത്രാജിത്ത്, ഭഗവാനെ എനിക്ക് തെറ്റ് മനസ്സിലായി, ഞാൻ എൻ്റെ അഹന്ത കൊണ്ട് ഇതൊക്കെ പറഞ്ഞു, ഇപ്പോൾ അനുഭവം കൊണ്ട് ബോധ്യപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഈ മണി കാരണം എൻ്റെ അനിയൻ്റെ ജീവൻ നഷ്ടപ്പെട്ട് നാളെ എൻ്റെ ജീവന് നഷ്ടപ്പെടേണ്ട, അതുകൊണ്ട് അങ്ങയുടെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ഒരിക്കലും വേണ്ടാന്ന് വെച്ചത് ഇനി എനിക്ക് ആവശ്യമില്ല. പക്ഷേ സത്രാജിത്തിന് ബുദ്ധിപരമായ ഒരു നീക്കം നടത്തി. സത്രാജിത്തിന് തൻ്റെ മകളെ ഒരു പ്രായച്ചിത്തം പോലെ ഭഗവാനോടുള്ള വിദ്വേഷം മാറാൻ, ഒരു ബന്ധം ഉറപ്പിക്കാൻ വേണ്ടി സത്യഭാമയെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. സത്യഭാമ പോയപ്പോൾ കഴുത്തിൽ ഈ മാലയും കൂടെ കിട്ടുകൊണ്ടു, മനസ്സിലല്ലേ? ഭഗവാൻ വാങ്ങിയില്ലെങ്കിൽ ഈ സാധനം ഇവിടെ വന്നു, വരേണ്ട സ്ഥലത്ത് വന്നു. ഇങ്ങനെയാണ് ഭഗവാന്റെ തൊട്ടടുത്ത 2 വിവാഹം നമുക്ക് കാണാൻ കഴിയും. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് 5 വിവാഹമുണ്ട്. മിത്രാവിന്ദ, കാളന്തി, ഭദ്ര, ലക്ഷ്മണ, കൃഷ്ണ, 5 പേരുകളും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഓരോരുത്തരും, ഇപ്പോൾ മിത്രാവിന്ദ എന്ന് പറഞ്ഞാൽ ഭഗവാനെ ഇഷ്ടപ്പെട്ട് രുക്മിണിയെപ്പോലെ ജീവിച്ചൊരു പെൺകുട്ടിയാണ്. ആങ്ങളമാരാകട്ടെ ഭഗവാനെ എതിർക്കുന്നവരായിരുന്നു. അപ്പോൾ ഒടുവിൽ ഈ മിത്രാവിന്ദയുടെ പ്രാർത്ഥന ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാൻ പോയി സഹോദരന്മാരെ പരാജയപ്പെടുത്തി ആ കുഞ്ഞിനെ നേടി. കാളന്തി ആകട്ടെ ഭഗവാന്റെ അമ്മാവൻ്റെ മകൾ തന്നെയായിരുന്നു. അമ്മാവനാകട്ടെ തൻ്റെ മകൾക്ക് ഏറ്റവും യോജിച്ച വരൻ ആരാണ് എന്ന് മനസ്സിലാക്കി കൃഷ്ണൻ്റെ അടുത്തോട്ട് എന്ന് കന്യാദാനം ചെയ്തു, അങ്ങ് കൊടുത്തു. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലായിടത്തും പോയി പിടിച്ചു പറിച്ചിട്ടില്ല, അവിടെ നിന്ന് പോയി അതങ്ങ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നേരെ ഭദ്ര എന്ന് പറഞ്ഞാൽ ഭഗവാനെ നേടാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ആളാണ്. ആ ഭദ്രയെ നേടാൻ വേണ്ടി ഭഗവാൻ ഒരു അസ്ത്ര പരീക്ഷയിലൂടെ ആ ഭഗവാൻ അവിടെ നേടി. അർജുനൻ പോലും അവിടെ പരാജയപ്പെട്ടു. അർജുനൻ കൂടെ പോയിരുന്നു. അർജുനന് പോലും വില്ലാളി വീരനായ അർജുനൻ പരാജയപ്പെട്ടെടുത്ത് അസ്ത്ര പരീക്ഷയിലൂടെ ഭഗവാൻ ആരെ നേടി? ഭദ്രയെ നേടി. ആ ഭദ്ര എന്ന് പറയപ്പെടുന്ന നമ്മുടെ സത്യം നേടി. ആ സത്യം എന്ന് പറയുന്നത് നമ്മുടെ പൂർവ്വ ചരിത്രത്തിൽ ഈ അഗ്നിയുടെ പത്നിയായ സാഹയാണ് എന്ന് പറയപ്പെടുന്ന ദേവീ ഭാഗവതവുമായി ബന്ധപ്പെട്ടൊരു തത്വമുണ്ട്. അങ്ങനെ നേടി. അത് കഴിഞ്ഞ് കൃഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടിയെ ബലപരീക്ഷയിലൂടെ, അതായത് 7 കാളക്കൂറ്റന്മാരെ ഒരേ സമയത്ത് ബന്ധിച്ചുകൊണ്ട് വീരപരീക്ഷയിലൂടെ ഭഗവാൻ സ്വന്തമാക്കി. അങ്ങനെ മിത്രാവിന്ദ, കാളന്തി, ഭദ്ര, ലക്ഷ്മണ, കൃഷ്ണ തുടങ്ങിയിട്ടുള്ളവരെയൊക്കെ ഭഗവാൻ അങ്ങനെ ഓരോരോ തരത്തിൽ ഓരോരുത്തരെയും നേടി. അങ്ങനെ 8 വിവാഹം ഭഗവാന്റെ കഴിഞ്ഞു. ഇപ്രകാരം സന്തോഷത്തോടുകൂടി ദ്വാരകയിൽ ഭഗവാൻ തൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിച്ച് മുന്നോട്ട് പോകുന്ന വേളയിലാണ് നാരദ മഹർഷി കാണാറുണ്ട്. അപ്പം നാരദ മഹർഷി കാണാൻ വരുന്നുണ്ടെങ്കിൽ നാരദർ ഏത് സ്ഥലത്ത് ചെല്ലുന്നെങ്കിലും എന്തെങ്കിലും ഒരു ഉദ്ദേശം കൃത്യമായിട്ടുണ്ടാവും. ഒരു സമംഗളപൂർണ്ണമായ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് നാരദർ ഇടപെടുന്നത്. അപ്പം നാരദ മഹർഷി ഇവിടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ നരകാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ്റെ കൊട്ടാരത്തിലൊക്കെ പോയിട്ടാണ് ആര് വരുന്നത്? നാരദ മഹർഷി വരുന്നത്. അപ്പോൾ നാരദ മഹർഷി അവിടെ ചെല്ലാനുള്ള കാരണം ഈ നരകാസുരനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. ഈ നരകാസുരൻ ഭൂമിദേവിയുടെ പുത്രനാണ്, വിഷ്ണുപുത്രനുമാണ്. മനസ്സിലായില്ലേ?
അതായത് ഹിരണ്യാക്ഷൻ ഭൂമിയെ അപഹരിച്ച വേളയിൽ ഭൂമിയെ വീണ്ടെടുക്കാൻ വരാഹാവതാരത്തിൽ പോയ സമയത്ത് വിഷ്ണുവാൽ ഭൂമിദേവിയിൽ ജന്മമെടുത്ത ഒരു പുത്രനാണ് ആര്? നരകാസുരൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നരകാസുരനെ മറ്റാർക്കും വധിക്കാനും സാധിക്കില്ല. ആകെ വധിക്കാൻ സാധിക്കുന്നവർക്കാണ് ഭഗവാനും മാത്രമേ പറ്റൂ. രണ്ടാമത് അമ്മയായ ഭൂമിദേവിയുടെ ഒരു അനുഗ്രഹം, ഒരു പ്രൊട്ടക്ഷൻ ആർക്കുണ്ട്? നരകാസുരനുണ്ട്. ഈ അമ്മമാരുടെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ കരുത്തുറ്റതാണ്. മനസ്സിലായില്ലേ? അതിനുള്ളിൽപ്പെട്ടാൽ പിന്നെ ഈശ്വരന് പോലും ഒന്നും ചെയ്യാൻ ചിലപ്പോൾ സാധിക്കില്ല. അതുകൊണ്ടാണ് അത് അറിയാവുന്ന ഗാന്ധാരി തൻ്റെ മകനായ ദുര്യോധനോട് പരിപൂർണ വസ്ത്രമില്ലാതെ വന്ന് തൻ്റെ ആ നോട്ടത്തിനുള്ളിൽ പെടാൻ വേണ്ടി പറഞ്ഞത്. ആ സമയത്താണ് തന്ത്രപൂർവ്വം കൃഷ്ണൻ പോയിട്ട് അവിടെ ദുര്യോധനെ കൊണ്ട് എന്ത് ചെയ്തു? ഒരു ചെറിയ മുണ്ടുടുപ്പിച്ചു. അല്ലെങ്കിൽ അവിടെ ഭീമനും വധിക്കാൻ പറ്റില്ല. അപ്പം അമ്മ എന്നതിൻ്റെ ഒരു വലിയ മഹത്വം, ഒരു ഔന്നിത്യവും അവിടെ ബോധ്യപ്പെടുത്തുകയാണ്. ശരി, ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ നരകാസുരൻ ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷനും അവിടെയുണ്ട്. അപ്പോൾ ഈ നരകാസുരൻ എല്ലാ രാജ്യങ്ങളെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തി, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി. ഇതാണ് ഈ അസുരന്മാർക്കൊരു പ്രത്യേക സ്വഭാവം. എന്താ? എല്ലാം തൻ്റെ കാഴ്ചയിലാവണം. മനസ്സിലല്ലേ? എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ ആരാവണം? ഞാനാവണം. കാര്യം അമിതമായ ആർത്തി, മോഹം, ഇതൊക്കെ ആരുടെ ലക്ഷണമാണ്? അർഹതയില്ലാത്ത അല്ലേ സുഖകാമന ആർക്കുണ്ടാവും? അസുരന്മാർക്കുണ്ടാവും. അപ്പോൾ അസുരന്മാരുടെ ഒരു പ്രത്യേകത അതാണ്. അപ്പോൾ ഈ അസുരനായ നരകാസുരൻ എല്ലാ രാജ്യത്തെയും ആക്രമിച്ചിട്ട് അവരെ പരാജയപ്പെടുത്തി എന്നതിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ലക്ഷണത്തിന് വേണ്ടിയിട്ട് അവരെന്നും എൻ്റെ അടിമയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ നാട്ടിലെ രാജകുമാരിയെ പിടിച്ചുകൊണ്ടുപോകും. അടിമയല്ലാതാവണം എന്ത് ചെയ്യണം? അവർ വന്ന് യുദ്ധം ചെയ്ത് ഇയാളെ തോൽപ്പിക്കണം. മനസ്സിലായി? നരകാസുരനെ തോൽപ്പിക്കണം. അപ്പം നരകാസുരനെ തോൽപ്പിച്ചില്ല എങ്കിൽ അവരെല്ലാ കാലത്തും എന്താണ്? ഒരടിമയാണ്. സ്വന്തം നാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ അപഹരിച്ചുകൊണ്ട് പോയി തിരിച്ചു പിടിക്കാൻ പറ്റാത്തവൻ ദുർബലനാണ്. ഇതാണ് നരകാസുരൻ്റെ പോളിസി. ഈ പെൺകുട്ടികളെ മുഴുവൻ കൊണ്ടുവന്ന് തടവിൽ പാർപ്പിക്കും. അങ്ങനെ ഏതാണ്ട് 16,000 മേളിൽ എത്തപ്പെട്ടു. ഈ സമയത്താണ് നാരദർ അവിടെ ചില നാരദർക്ക് തോന്നി ഈ നരകാസുരനെ ഇനി അങ്ങോട്ട് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഏത് അധർമ്മത്തിനും ഒരു പരിധി ഉണ്ടല്ലോ അല്ലേ? ഏത് അധർമ്മത്തിനും ഒരു പരിധിയുണ്ട്. ഈ ദുഷ്ടന്മാരെ പന പോലെ വളർത്തും, പിന്നെ എന്ത് ചെയ്യും? ഇടിവെട്ടി പിളർത്തിക്കളയും എന്ന് പറയുന്നത് പോലെ. മനസ്സിലായോ? അതുപോലെ നരകാസുരൻ്റെ അന്ത്യം കുറിക്കണം എന്നാര് തീരുമാനിച്ചു? നാരദന് തീരുമാനിച്ചു. നാരദന് നേരെ നരകാസുരനെ കാണാൻ പോയി. നരകാസുര എങ്ങനെയുണ്ട്? സാമ്രാജ്യമൊക്കെ വലുതായോ? നരകാസുരൻ അങ്ങോട്ടിരുന്ന് സ്വയം പുകഴ്ത്താൻ തുടങ്ങി. പിന്നെ ഞാൻ പോകുന്നിടത്തു നിന്നൊക്കെ ഞാനാണ് ഇപ്പോൾ ഈ ലോകത്ത് ഏറ്റവും വലിയ ശക്തിയുള്ളവൻ. കാരണം എല്ലാ രാജ്യങ്ങളും ഞാൻ ഇത്ര രാജ്യങ്ങളെ മുഴുവൻ ആക്രമിച്ച് എൻ്റെ കാൽക്കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നാരദർ പറയുന്നത്, നരകാസുര എനിക്ക് ശക്തിയുണ്ടെന്നൊക്കെ പറഞ്ഞത് ശരിയാ, പക്ഷേ ഇത്രയും വലിയ പൂള് ഓടിക്കരുത്. എന്താ കാരണം? നരകാസുരനെ വീണ്ടും വീണ്ടും കുത്തി മനസ്സിലല്ലേ? ആ നരകാസുരൻ്റെ ആ ഭാവത്തെ പുറത്തേക്ക് എടുക്കുക. നരകാസുരൻ പറഞ്ഞ, അല്ല മഹർഷിയെ, സത്യാ പറഞ്ഞ്. അതിനെന്താ തെളിവ്? ഓരോ രാജ്യത്തു നിന്ന് ഓരോരുത്തരെ പിടിച്ച് ഞാൻ ഈ ഇവിടെ കൊണ്ട് തടവിലിട്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനത് കാണട്ടെ, കണ്ടിട്ട് ഞാൻ പറയാൻ ശരിയാണെന്ന്. എന്താ കാര്യം? ഈ സ്ത്രീകളെ കാണണം. ആർക്ക്? നാരദർക്ക്. അപ്പം നരകാസുരൻ പറഞ്ഞു, ആരവിടെ ആണ്ണ വിളിച്ചു കൊണ്ടുപോയി നാരദ മഹർഷിയെ കാണിച്ചിട്ട് വാ. പുള്ളിക്കാരൻ അങ്ങനെ വിശ്വസിക്കട്ടെ. എന്താ കാര്യം? പുള്ളിക്കാരൻ 14,000 പേരെയും കണ്ടാൽ പിന്നെ നാട് നീളം നടക്കുന്ന ആളാണല്ലേ. നാട്ടിലെല്ലായിടത്തും ചെന്ന് പറയുന്ന നരകാസുരൻ ഇതാ 16,000 പേരെ തടവിലാക്കിയിട്ടുണ്ട്, 16,000 രാജ്യത്തിൻ്റെ അധിപനാണ് നരകാസുരൻ എന്ന് പറഞ്ഞ് നരകാസുരൻ്റെ പേരും പ്രശസ്തിയൊക്കെ വർദ്ധിക്കുമെന്ന് ആര് മോഹിച്ചു? നരകാസുരൻ. മനസ്സിലായേ? ഈ രീതിയിൽ നരകാസുരൻ നേരെ നാരദ മഹർഷിയായിട്ട് കിട്ടിയ അവസരം കൊണ്ട് ഇവരെ എല്ലാവരെയും കണ്ടിട്ട് അവരോട് ചോദിച്ചു, എന്നുകൂടെ കിടന്നാൽ മതിയോ? അവർ ചോദിച്ചു, ഞങ്ങളെന്ത് ചെയ്യാനാ? ഞങ്ങളെ ബന്ധുക്കളൊക്കെ ഞങ്ങളെ മോചിപ്പിക്കുമെന്ന് വിചാരിച്ചാൽ ഇവിടെ കിടക്കണം. പക്ഷെ ആരും മോചിപ്പിക്കുന്നില്ല. എന്ത് ചെയ്യും? നിങ്ങളെ മോചിപ്പിക്കാൻ ഒരാൾക്കേ പറ്റൂ. ആരാണ്? കൃഷ്ണനെ പറ്റൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൃഷ്ണപാദാംബുജം മനസ്സിൽ സ്മരിച്ച് കൃഷ്ണൻ്റെ നാമം ജപിച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞ് ബാക്കി കാര്യം ഞാൻ റെഡിയാക്കി തരാം. പുള്ളിക്കാരൻ ഒരു പ്രത്യേകതയുണ്ട്. പുള്ളിയെ ആശ്രയിച്ചാലേ പുള്ളി രക്ഷിക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? പുള്ളിയുടെ നാമത്തിൽ വിളിച്ച് മറ്റൊരാശ്രയവും ഇല്ലാതെ ആ പുള്ളിയുടെ നാമത്തിൽ വിളിച്ചാൽ മാത്രമേ എന്ത് വരുത്തുള്ളൂ? പുള്ളി ഇങ്ങോട്ട് വരത്തുള്ളൂ. അല്ലെങ്കിൽ പുള്ളി അവിടെ നോക്കിക്കൊണ്ടിരിക്കും. വിളിക്കട്ടെ, സമയമാവട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കും. അതുകൊണ്ട് എപ്പോഴാണോ പൂർണ്ണമായും ആശ്രയിച്ചിട്ട് വിളിക്കുന്നത് ആ സമയത്തേ വരുള്ളൂ. ഇതല്ലേ പാഞ്ചാലിയിലും ഉണ്ടായത്. പാഞ്ചാലിയുടെ വസ്ത്രത്തെ മുടിക്ക് കുത്തി പിടിച്ചുകൊണ്ട് വന്നപ്പോഴൊക്കെ പാഞ്ചാലി തൻ്റെ ഭർത്താവിൻ്റെ പേരും ഭീഷ്മരുടെ പേരും മറ്റുള്ളവരുടെ പേരൊക്കെ വിളിക്കുന്ന സമയത്തൊന്നും ആരനങ്ങിയില്ല. കൃഷ്ണൻ അനങ്ങിയില്ല. നീ വിളി, എല്ലാവരെയും വിളി, അവരൊക്കെ നിന്നെ രക്ഷിക്കുമെന്ന് നോക്കട്ടെ. അവരെല്ലാവരും ആരും രക്ഷിക്കാനില്ലെന്ന് വന്നപ്പോൾ പാഞ്ചാലി തിരിച്ചറിഞ്ഞു. ആരെ വിളിച്ചു?
കൃഷ്ണ എന്ന് വിളിച്ച സമയത്ത് വന്നു കാര്യം സാധിച്ചു. ആ ബോധമുള്ളത് കൊണ്ട് രണ്ടാമത് ദുർവാസാവ് ഭക്ഷണം തേടി കഴിക്കാൻ വന്നപ്പോൾ പാഞ്ചാലി അന്ന് ആരെയും വിളിച്ചില്ല. അപ്പോൾ ധർമ്മപുത്രനെയും വിളിച്ചില്ല പാഞ്ചാലി, അർജുനെയും വിളിച്ചില്ല, ഭീമനെയും വിളിച്ചില്ല, നകുലനെയും വിളിച്ചില്ല, സഹദേവനെയും വിളിച്ചില്ല. ആരെ വിളിച്ചു? അന്ന് കൃഷ്ണനെ നേരിട്ടങ്ങ് വിളിച്ചു. മനസ്സിലല്ലേ? ഒരു വ്യക്തി ജീവിതാനുഭവം കൊണ്ട് എങ്ങനെയാണോ ശരിയായ പാതയിലേക്ക്, ശരിയായ തലത്തിലേക്ക് ഭഗവാനെ ആശ്രയിക്കേണ്ടതിന് ഉത്തമ ഉദാഹരണമാണ് പാഞ്ചാലിയുടെ ഈ രണ്ട് അവസ്ഥകളും. അപ്പൊ ഇവിടെയും ഈ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ ഭഗവാനെ നാമം ജപിച്ച് മനസ്സാൽ സ്മരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ നരകാസുരൻ്റെ അടുത്ത് എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ശരിയാ നരകാസുര, നീ പറഞ്ഞതൊക്കെ ശരിയാണ്, നീ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കരുത്തൻ, അതുകൊണ്ട് ഞാൻ എന്തായാലും നിന്നെക്കുറിച്ച് എല്ലാവരുടെ അടുത്തും പറയും. നരകാസുരന് സന്തോഷമായി. ആദ്യം തന്നെ ഞാൻ ആ കൃഷ്ണൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. എന്താ കാര്യം? ഇപ്പൊ കൃഷ്ണനാണ് ഒരു ധാരണയുള്ളത്, താനാണ് വലിയ ആളെന്ന് പറഞ്ഞിരിക്കുന്നത് കൃഷ്ണനാണ്. കൃഷ്ണനോട് ചെന്ന് ഇന്ന് കൃഷ്ണൻ്റെ അഹങ്കാരം ഞാനങ്ങ് തീർക്കും. എന്താ കൃഷ്ണ, നീയൊന്നും അല്ല വലിയ ആള്, നിന്നേക്കാളും വലിയ ആള് അല്ലേ, വീരനായിട്ടുള്ള ഇപ്പൊ ഈ ഭൂമിയിലുള്ള ഏക ഒരാളെ ഉള്ളതാരാ? നരകാസുരനാണ്. നരകാസുരൻ ഇത്രയും വലിയ കഴിവൊക്കെ ഉള്ള ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കേമത്വം നടിച്ചിരിക്കുന്ന കൃഷ്ണന്റെ കേമത്വം മുഴുവൻ ഞാനിന്ന് ഇല്ലാതാക്കി കൊടുക്കാമെന്നാണ് നാരദരിത് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ നരകാസുരന് സന്തോഷമായി. കാര്യം എന്താ? ഒരാളെക്കാളും കൂടെ മുന്നിൽ വരാൻ പോവല്ലേ. നേരെ കൃഷ്ണൻ്റെ അടുത്ത് ചെന്നു. കൃഷ്ണനാകട്ടെ ഇവിടെ നാരദരെ സൽക്കരിച്ചിരുത്തി, നാരദരെ എന്തുണ്ട് വിശേഷം? ഞാൻ ഈ ഭരിക്കുന്ന ഈ കാലത്ത് ലോകത്ത് എല്ലാവർക്കും സന്തോഷമല്ലേ, എല്ലാവർക്കും സുഖമല്ലേ, സമൃദ്ധമല്ലേ എന്നൊക്കെ ചോദിച്ചു. ഭഗവാനെ അതൊക്കെ ശരിയാണ്, എന്നാലും അങ്ങ് ഭരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ദുർഗതി ഇത്രയും കന്യകമാർ അനുഭവിക്കുന്നല്ലോ എന്നൊരു ചോദ്യത്തിലൂടെ നരകാസുരൻ്റെ കൊട്ടാരത്തിലെ ചിത്രത്തെ വിവരിക്കാൻ പറ്റുന്ന അവസ്ഥ ആരുണ്ടാക്കി? നാരദരുണ്ടാക്കി. ഭഗവാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, അങ്ങ് ഈ ഭൂമി ഭരിക്കുമ്പോൾ അങ്ങയുടെ രാജ്യത്ത് അല്ലെങ്കിൽ വേറെ എവിടെയാണെങ്കിലും അധർമ്മം കണ്ടാൽ അങ്ങ് അത് ക്ഷമിക്കുന്ന ആളല്ലല്ലോ. പക്ഷെ അങ്ങ് എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് ഈ അധർമ്മത്തിൽ ഇടപെട്ടില്ല? എന്താ അത്? ആ നരകാസുരൻ്റെ കൊട്ടാരത്തിൽ നിരപരാധികളായ ആശ്രയഹീനരായ 16,000 സ്ത്രീകളെ തടവിൽ പാർപ്പിച്ചിരുന്നു. ഭഗവാൻ ചോദിച്ചു, അങ്ങനെയുണ്ടോ? അതെ, അങ്ങനെയുണ്ട്. എന്നിട്ട് അവരെ രക്ഷിക്കാൻ ലോകത്ത് ആർക്കാ സാധിക്കുന്നത്? അങ്ങേക്കല്ലാതെ ഈ ലോകത്ത് അതിന് വേറൊരാൾക്ക് കഴിയില്ലല്ലോ. അങ്ങേ അവർ നാമം ചോദിച്ച് ശരണം പ്രാപിച്ചിരിക്കുന്ന അങ്ങ് അറിയുന്നില്ലെന്ന് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, അത് ഞാൻ അറിയുന്നുണ്ട്, പക്ഷേ ഇപ്പം നാരദന് പറഞ്ഞപ്പോൾ ഒന്നുകൂടി കുറച്ചു. ശരി, ഇപ്പം തന്നെ പോയേക്കാം. ഇനി ഈ നരകാസുരന് ഈ മാതാവിൻ്റെ ഒരു സംരക്ഷണം ഉണ്ടല്ലോ, അതും കൂടി വിച്ഛേദിച്ചാലേ ആരെ വധിക്കാൻ പറ്റുമോ? നരകാസുരനെ വധിക്കാൻ പറ്റുമോ? ഇവിടെ ആ ഭൂമി മാതാവ് ആണ് ഈ സത്യഭാമയായിട്ട് അവതരിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അവിടെ നരകാസുരനെ വധിക്കാൻ പോകുന്ന ചിത്രം പറയുമ്പോൾ ഭാഗവതി എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. സത്യഭാമയും കൂടെ ഗരുഡൻ്റെ പുറത്തിരുത്തിക്കൊണ്ടാണ് പോകുന്നത്. മനസ്സിലായില്ലേ? കാരണം സത്യഭാമയുടെ കവചം, ഭൂമി മാതാവിൻ്റെ കവചം ഉള്ളിടത്തോളം കാലം വധിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഭഗവാനുമായി അവിടെ ചെന്ന് ഈ നരകാസുരൻ ഭഗവാനെ തിരിച്ചാക്രമിക്കുന്നുണ്ട്. 5 വലിയ കിടങ്ങുകളും 5 തരം കോട്ടകളൊക്കെ ഉണ്ട് നരകാസുരൻ. അവിടെയാണ് മുരൻ എന്ന അസുരനെ വധിച്ച് മുരാരി എന്ന പേരിലൊക്കെ ഭഗവാൻ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ കോട്ടകളെയൊക്കെ തകർത്തുകൊണ്ട് ഭഗവാൻ അവിടെ ആ യുദ്ധം ചെയ്ത് മുന്നേറുമ്പോൾ അവസാനം സത്യഭാമ തന്നെ പറയും, ഭഗവാനെ അവനെ വെറുതെ വിടരുത്, തട്ടിയേക്കാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? അതോടുകൂടി കവചം, അമ്മ കൊടുത്ത പ്രൊട്ടക്ഷൻ അമ്മ തന്നെ പിൻവലിച്ചു. ആ സമയം കൊണ്ട് ആരെ വധിച്ചു? നരകാസുരനെ വധിച്ചു. ഈ 16,000 സ്ത്രീകളെ മോചിപ്പിച്ചു. ഈ 16,000 സ്ത്രീകളെ മോചിപ്പിച്ചതിന് ശേഷം ഭഗവാൻ ഇവരോട് പറഞ്ഞു, നിങ്ങളെല്ലാം നിങ്ങളുടെ വീടുകളിലേക്ക് പൊക്കുള്ളൂ, നിങ്ങളെ മോചിപ്പിച്ചു, സ്വതന്ത്രരായി. ഇവർ ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ അങ്ങ് എന്താ ഈ പറയുന്നത്? ലോക വ്യവഹാരാർത്ഥം ഈ സമൂഹം എന്താണെന്ന് അങ്ങേക്ക് അറിയില്ല. കാരണം ഒരാൾ കൊണ്ടുപോയി അനേക കാലം തടവിൽ പാർപ്പിച്ചിട്ടൊരു സ്ത്രീയെ വെറുതെ വിട്ടാൽ തിരിച്ചു ചെന്നാൽ ആ സ്ത്രീയെ സ്വീകരിക്കാൻ വീട്ടുകാർ തയ്യാറാവുമെന്ന് ഉറപ്പുണ്ടോ? ഉണ്ടോ? ഇല്ല. സമൂഹം അവളെ ശുദ്ധയായി കാണാൻ സാധിക്കുമോ? അത് അങ്ങേക്കറിയില്ല. എന്താ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം? രാമാവതാര കാലത്ത് സാക്ഷാൽ സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി അഗ്നിശുദ്ധി വരുത്തിയിട്ട് പോലും സീതാദേവി മോശക്കാരിയാണ് എന്ന് പറഞ്ഞ സമയത്ത് സമൂഹത്തിലെ ഒരുത്തൻ പറഞ്ഞപ്പോൾ ആ സീതാദേവിയെ വരെ ഉപേക്ഷിച്ചുകൊണ്ട് ആത്മത്യാഗം ചെയ്തുകൊണ്ട് ഒരു ധാർമ്മിഷ്ഠനായ ഭരണാധികാരി എന്ന സ്ഥാനത്തേക്ക് ഇരിക്കാൻ തീരുമാനമെടുത്ത ആളാണെന്ന് അങ്ങനെക്കറിയില്ലേ? അപ്പോൾ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സീതാദേവിക്ക് അങ്ങനെ ഒരു ഗതി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? സമൂഹത്തിലുള്ളവരെല്ലാം ഞങ്ങളെ ദുഷിച്ച കണ്ണുകൾ കൊണ്ട് നോക്കുന്ന അവസ്ഥയുണ്ടാവും. ഇനി ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ ഇവിടുന്ന് പോയാൽ ആശ്രയിക്കാൻ വേണ്ടി ആരെയെങ്കിലും വിവാഹം കഴിച്ചു നോക്കുക.
വിവാഹം കഴിച്ച് ഇത് കൂടെ താമസിക്കുന്നവരായിട്ട് എല്ലാ കാലവും ഒരുപോലെ സ്നേഹത്തിലായിരിക്കും നമ്മളൊക്കെ പോണേ? ആണോ? അല്ല എന്നുള്ളത് പണ്ടേ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറഞ്ഞ് ചട്ടിയും കലമാകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും, പക്ഷെ വക്ക് കൊട്ടാതെ നോക്കണം, അത്രയേ ഉള്ളൂ. തട്ടിയും മുട്ടലൊക്കെ കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ സ്വാഭാവികമാണ്, പണ്ടേ ഉള്ളതാണ്. ഇണക്കവും പിണക്കവും എല്ലാം കൂടി ചേർന്നിട്ടാണ്, ഇഴപിരിഞ്ഞിട്ടാണ് ജീവിതം പോകുന്നത്. അപ്പോൾ ആ അവസ്ഥയിലാവുമ്പോൾ ഈ ഇണക്കമുള്ളപ്പോൾ ഉള്ള ആ ഒരു ഉൾക്കൊള്ളലും പിണക്കം വരുമ്പോൾ ഉണ്ടാവുമോ? അപ്പോഴായിരിക്കും വേണ്ടാത്തതും വേണ്ടതും ഒക്കെ പഴയതും ഒക്കെ കുത്തിപ്പൊക്കി പോസ്റ്റ്മോർട്ടം ചെയ്ത് വീണ്ടും വിളിച്ചു പറഞ്ഞ് ഇല്ലേ? ഈ സാധാരണ ഈ കുടുംബജീവിതത്തെക്കുറിച്ച് പറയുന്ന വളരെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ചിലർ പറയുന്നൊരു കാര്യമുണ്ട്. കല്യാണം കഴിയുന്ന സമയത്ത് ആദ്യം ഭാര്യ പറയും, ഭർത്താവ് കേൾക്കും. കാര്യം എന്താ? ഭാര്യയോടൊരു സ്നേഹം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഭാര്യ പറയുന്നതെല്ലാം കേൾക്കും. തലയണ മന്ത്രം പോലെ കേൾക്കും ഭർത്താവ്. അല്ലേ? ശരിയല്ലേ? അങ്ങനല്ലേ അനുഭവം? ആണ്. കണ്ടോ? സർട്ടിഫിക്കറ്റ് കിട്ടി, ഏറ്റവും കൂടുതൽ അമ്മയുടെ കിട്ടി. പിന്നെ വേറെ എന്താണ്? പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞാലോ ഭർത്താവ് പറയും, ഭാര്യ കേൾക്കും. മനസ്സിലല്ലേ? ആദ്യത്തെ ഇതാ കഴിഞ്ഞു, പിന്നെ ഭർത്താവ് പറയും, ഭാര്യ കേൾക്കും. പിന്നീടോ ഭാര്യയും ഭർത്താവും പറയും, നാട്ടുകാർ കേൾക്കും. ഇതങ്ങനെയല്ലേ കുടുംബജീവിതം അവസാനത്തെ റിസൾട്ടിലേക്ക് വരുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പണക്കം കൂടുമ്പോൾ വിളിച്ചു പറയേണ്ടതൊക്കെ വിളിച്ചു പറയും. അങ്ങനെ ഒരു അവസ്ഥ. ഞാൻ നിങ്ങളുടെ അടുത്ത് ശരിയല്ലേ എന്ന് വെച്ചാൽ എനിക്ക് സ്വാനുഭവം ഇല്ല, അതുകൊണ്ടാണ് അങ്ങോട്ട് ചോദിച്ചത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇടവീഴ്ചയിലില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഒരു അനുഭവം ഉള്ളവർ പറഞ്ഞാൽ കുറച്ചുകൂടെ തെളിവാകുമല്ലോ, വിത്ത് എവിഡൻസ്. ശരി. അപ്പോൾ ഇവിടെ ആ അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് അന്നേരം ഇവർ പറയില്ലേ, പണ്ട് നീ ഇന്ന ആൾ തട്ടിക്കൊണ്ട് പോയതാണ്, അവിടെ പോയി താമസിച്ചാൽ നീ ആളത്ര ശരിയല്ലെന്ന് അന്നേരം പറയും. പിന്നെ അതൊരു വീണ്ടും പ്രശ്നമായി മാറും. ഒരിക്കലും ജീവിതത്തിൽ ഈ അനുഭവം ആനന്ദം ഉണ്ടാക്കുകയില്ല. ഇനി ആരും ആശ്രയമില്ലാതെ വന്നാൽ ഞങ്ങൾ തെറ്റായ വഴിയിൽ ജീവിക്കാൻ നിർബന്ധിതരാകും. സമൂഹം അല്ലേ? ആ ഒരാളിനെ ചൂഷണം ചെയ്യുന്നതിൽ സമൂഹം പുറകോട്ട് നിൽക്കുന്നതാണോ? അല്ല, മുന്നോട്ടാണ് പലപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മോശപ്പെട്ട വഴിയിൽ ഈ 16,000 സ്ത്രീകളും മോശമായ ജീവിതം തിരഞ്ഞെടുത്താൽ ഈ സ്ത്രീകൾ മാത്രമേ വഴിയെത്തത്തുള്ളൂ? ആണോ? സമൂഹത്തിൽ ഈ തെറ്റാനുള്ള അവസരം നോക്കി നടക്കുന്ന പുരുഷന്മാർ അതിനേക്കാൾ വേഗത്തിൽ വഴിതെറ്റും അല്ലേ? അപ്പോൾ സമൂഹത്തിലൊരു വലിയ സാമൂഹിക വിഷയമായി അത് മാറും. ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞു, അങ്ങനെയാണ് ഞങ്ങളെ രക്ഷിച്ചത്. അപ്പം ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ള ഒരുത്തൻ്റെ കീഴിൽ അഭയം പ്രാപിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്? അല്ലേ? സംരക്ഷിക്കാൻ കഴിവുള്ളവനോടൊപ്പം ജീവിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്? സംരക്ഷിക്കാൻ കഴിവില്ലാത്തവൻ്റെ തണലിലാണെങ്കിൽ പലപ്പോഴും ആ സംരക്ഷണമില്ലായ്മയുടെ ദുഃഖം അനുഭവിക്കേണ്ടി വരില്ലേ? ഇന്ന് ഞങ്ങളെ നരകാസുരം പിടിച്ചുകൊണ്ട് പോയി, നാളെ വേറൊരുത്തം വന്ന് പിടിച്ചുകൊണ്ട് പോയാലും ഞങ്ങളെ സംരക്ഷിക്കാനുള്ള കഴിവ് വേണം. അത് പ്രകടിപ്പിച്ചതാരാ? അങ്ങാണ്. അതുകൊണ്ട് ആ സംരക്ഷണമാണ് ഞങ്ങൾ എന്നും ഇഷ്ടപ്പെടുന്നത്. പിന്നെയോ അങ്ങ് രാജാവാണ്. ആരോരുമില്ലാത്തവരെ, അശരണരെ സംരക്ഷിക്കേണ്ടത് ആരുടെ ചുമതലയാ? അശരണരായിട്ട് ആൾക്കാരെയും ദുഃഖിതരായ ആൾക്കാരെയും സംരക്ഷിക്കേണ്ടത് രാജാവിൻ്റെ ചുമതലയാണ്. യഥാർത്ഥ രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാർ, മനസ്സിലായില്ലേ, ഏറ്റവും സാധാരണക്കാരൻ്റെ ദുഃഖം കാണാൻ സാധിക്കുന്നവനാവണം. അതാണ് ധർമ്മിഷ്ഠമായ ജീവിതം എന്ന് പറയപ്പെടുന്നത്. ഇന്ന് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇന്ന് ഏറ്റവും ദുഃഖമുള്ളവർ തെരുവിൽ കിടന്ന് സമരം ചെയ്യും. മനസ്സിലായില്ലേ? രാജാവ് കൊട്ടി ആഘോഷിച്ച് പാലം മുട്ട ഞാനാണ് അമ്പട കേമാന്നും പറഞ്ഞ് രാജാവ് നടക്കും. ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. കാരണം ഇന്ന് ധർമ്മം എന്ന് പറയുന്നത് ജീവിതത്തിലില്ല. ഇന്ന് അഹങ്കാരവും അധികാരവും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നത്. ശരിയല്ലേ? അധികാരമുള്ളവന് അഹങ്കാരമുണ്ട്, അഹങ്കാരമുള്ളവൻ്റെ കയ്യിൽ അധികാരവുമുണ്ട്. ഇതിൻ്റെ ദുഃഖം ആരാണ് സഹിക്കേണ്ടി വരുന്നത്? പറഞ്ഞു മനസ്സിലായില്ലേ? ഏറ്റവും സാധാരണക്കാരാണ്, പ്രജകളാണ്. ഇവിടെ നമ്മുടെ നാടൊട്ടുക്ക് മനുസ്മൃതിയിൽ സ്ത്രീയെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞതിനെ തെറ്റായി വ്യാഖ്യാനം ഇന്നാ സ്ത്രീ സ്വാതന്ത്ര്യ മറുകതി പൊക്കിപ്പിടിച്ച് പ്രസംഗിക്കുന്ന ആൾക്കാരുടെ കൺമുമ്പിലാണ് എത്രയോ കാലങ്ങളിലായി സ്ത്രീകൾ തെരുവിൽ കിടന്നുകൊണ്ട് അവരുടെ മുടിയും തലമുട്ടയും അടിച്ചൊക്കെ കിടന്ന് കരയുന്നത്. ഇവിടെ മനു പറഞ്ഞത് എത്രയോ നല്ലത്. അങ്ങനെ വെച്ച് നോക്കിയ മനു എന്താ പറഞ്ഞത്? ചെറുപ്പകാലത്ത്, കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും മക്കളെ സംരക്ഷിക്കണം, പെൺകുഞ്ഞുങ്ങളെ. യൗവനകാലത്ത് ഭർത്താവ് സംരക്ഷിക്കണം,
വാർദ്ധക്യകാലത്ത് മക്കൾ സംരക്ഷിക്കണം. സംരക്ഷിക്കാതെ ഒരിക്കലും അവരെ തെരുവിൽ ഉപേക്ഷിക്കാൻ പാടില്ല. അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ പിന്നെ നിങ്ങൾ എവിടെ പോയി ജീവിച്ചു എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം പറഞ്ഞത്. ആ കാലഘട്ടത്തിലെ ഒരു ദർശനം. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഏറ്റവും പ്രധാനമായിട്ട് തിരിച്ചു വരിക. അന്നേരമാണ് വീണ്ടും മനുവിനെ പിടിച്ചിട്ട് ഇവിടെ ഹിന്ദുവിനെ അവമാനിക്കാൻ വേണ്ടി നടക്കുന്നത്. ശരിയല്ലേ? ചിന്തിച്ചു നോക്കെ. അതിൽ തന്നെ മനു അടുത്തൊരു ഭാഗം എഴുതി വെച്ചിട്ടുണ്ട്. ചിലത് മാത്രം അടർത്തിയെടുത്ത് അവതരിപ്പിക്കുന്നവർ ചിന്തിക്കണം. അടുത്ത ഭാഗത്ത് എന്താ പറയുന്നത്? എത്ര നാരന്തേ പൂജന്തേ രമന്ത തത്ര ദേവപ്രസാദയ. എവിടെയാണോ സ്ത്രീ പൂജിക്കപ്പെടുന്നത് അവിടെ സർവ്വ ഐശ്വര്യവും കളയാടും എന്ന് പറഞ്ഞത് ഇദ്ദേഹം തന്നെയാണ്. ഇത് രണ്ടും കൂടെ ചേർത്തെന്താ പറയാത്തത്? പറഞ്ഞു മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അങ്ങ് യഥാർത്ഥ ധർമ്മിഷ്ഠനായ രാജാവാണെങ്കിൽ, അതിനാണ് ഈ രാജാക്കന്മാർക്ക്, നാട് ഭരിക്കുന്നവർക്കൊക്കെ ധർമ്മബോധം ഉണ്ടാവണമെന്ന് പറയുന്നത്. എല്ലാത്തിനും മുകളിൽ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഈശ്വരന്റെ നാമം പോലും വേണ്ട, എൻ്റെ നാമം ജപിച്ചാൽ മതി എന്ന് പറയുന്ന ആൾക്കാരാണ് ഭരണാധികാരികളാവുന്നതെങ്കിൽ, ദൈവനിന്ദ നടത്തുന്നവരാണെങ്കിൽ അവരുടെ കീഴിൽ നമ്മൾ സർവ്വനരകത്തിൽ ജീവിക്കേണ്ടി വരും. ഇത് യാഥാർത്ഥ്യമാണ്, അയാഥാർത്ഥ്യമല്ല. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിച്ചു മനസ്സിലാക്കേണ്ടത്, രാജാവിനോട് ചോദിക്കുക, ധർമ്മനീതിയെക്കുറിച്ച് ചോദിക്കുക. രാജാവേ, അശരണരായവരെ സംരക്ഷിക്കുക എന്നുള്ളത് അങ്ങയുടെ ദൗത്യമാണ്. ഇപ്പം ഞങ്ങൾ ആരോരും ആശ്രയമില്ലാത്തവരാണ് അല്ലേ? തിരിച്ചു ചെന്നാൽ വീട്ടുകാർ സ്വീകരിക്കുമെന്നോ, നാളെ ഏതെങ്കിലും നല്ലൊരു വരൻ ഞങ്ങളെ സ്വീകരിക്കുമെന്നോ, ഇനി അഥവാ സ്വീകരിച്ചാൽ തന്നെ എക്കാലവും ശാന്തമായി ജീവിക്കാൻ സാധിക്കുമെന്നൊന്നും ഒരു ഉറപ്പ് ഞങ്ങളുടെ മുന്നിൽ. ആശ്രയമറ്റവരാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആശയോടെയാണ് അങ്ങയെ നോക്കുന്നത്. ഇപ്പോഴത്തെ ഭരണാധികാരികൾ തെരുവിൽ കിടക്കുന്ന അമ്മമാർ പറഞ്ഞു ഞങ്ങൾ ആശമാരാണ്. അവരാശയെങ്കിലും ഒന്ന് പരിഗണിക്കുന്നത്, ആശയറ്റ് പോകുന്ന അവസ്ഥയെത്താതെ ആശിക്കുകയാണ് ഞങ്ങൾ അങ്ങയെ. അതുകൊണ്ടൊരു ഭരണാധികാരികൾ എന്നുള്ള നിലയിൽ നിരാശ്രയരായവരെ സംരക്ഷിക്കേണ്ടത് ആരുടെ ചുമതലയാ? ആരുടെ ചുമതലയാ? ഭരണാധികാരിയുടെ മുഖ്യ ചുമതലയാണ്. എല്ലാം ഉള്ളവനെ സംരക്ഷിക്കാനല്ല, ഒന്നുമില്ലാത്തവനെയാണ് ആദ്യം സംരക്ഷിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് സംരക്ഷണ കവചം എന്ന നിലയിൽ അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കണം. ഞങ്ങൾ അങ്ങേ ഭരണാധികാരി എന്നുള്ള നിലയിൽ ആശ്രയിച്ചു. ഇനി രണ്ടാമത് എന്താ പറയുന്നത്? ഭഗവാനെ, ഞങ്ങളെ മറ്റുള്ളവർ തെറ്റായ നോട്ടം കൊണ്ട് പോലും നോക്കാതിരിക്കണമെങ്കിൽ ഞങ്ങൾ ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണം. നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ ചില ജോലിക്ക് പോകുമ്പം ഈ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കുമല്ലോ, കേസുകളൊന്നുമില്ല, ആൾ നല്ല ആളാണെന്നൊക്കെ പറഞ്ഞില്ലേ? ഇതുപോലെ ഭഗവാന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണം. എന്താ സർട്ടിഫിക്കറ്റ്? അതായത് ഭഗവാന്റെ പത്നിമാരാണ് എന്നൊരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടിയാൽ, കൃഷ്ണ പത്നിമാരാണെന്നൊരു സർട്ടിഫിക്കറ്റ് ഇട്ട് അതോടുകൂടി പിന്നെ ഞങ്ങളെ മോശമാണെന്ന നിലയിൽ ഒരാൾ പോലും നോക്കില്ല. മനസ്സിലായില്ലേ? കൃഷ്ണൻ അംഗീകരിച്ചു എന്ന് മാത്രം മതി. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ അങ്ങയുടെ പത്നിമാരായി ജീവിതകാലം കഴിയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പത്നിമാരെന്ന് പറഞ്ഞാൽ എന്താ? പതി, പത്നി എന്ന് പറഞ്ഞാൽ, പതി എന്ന് പറഞ്ഞാൽ രക്ഷിതാവും, പത്നി എന്ന് പറഞ്ഞാൽ ആശ്രയം പ്രാപിക്കുന്നവളും. അപ്പോൾ ഭഗവാനെ, നിന്നെ രക്ഷിതാവായി കണ്ട് നിന്നിൽ ആശ്രയം പ്രാപിച്ച് ജീവിക്കാൻ കൃഷ്ണ പത്നിമാരെന്നുള്ള, കൃഷ്ണന്റെ പത്നിമാരാണെന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും മോശമായ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഞങ്ങളെ കൈവിടരുതെന്ന് പറഞ്ഞു. അപ്പോൾ ആരുടെയും മനസ്സുരുകിയുള്ള പ്രാർത്ഥന ആര് സ്വീകരിക്കും? ഭഗവാൻ സ്വീകരിക്കും. ഭഗവാൻ തയ്യാറായി. ഭഗവാൻ പറഞ്ഞു ശരി. അങ്ങനെ ഈ 16,000 പേരും, മനസ്സിലായില്ലേ? അവർ 16,000 പേരും എങ്ങനെയാണോ ഗോപികമാർ ഓരോരുത്തരും ഭഗവാനെ സ്വന്തമായി നേടി രാസലീലയിലൂടെ ഭഗവാന്റെ ആനന്ദത്തെ അനുഭവിച്ചത്, അതുപോലെ തന്നെ ഇവർക്ക് അവരുടെ ഈ 16,000 പേർക്കും 16,000 കൃഷ്ണനെ മുന്നിൽ ദർശിക്കാൻ സാധിച്ചു. അവർ ഓരോരുത്തരും ഭഗവാനെ മനസ്സാൽ ഭരിച്ചു, സ്വന്തമാക്കി. മനസ്സിലായില്ലേ? ഇനി ഒരു കല്യാണം എന്നുള്ള നിലയിൽ നടത്തുകയാണെങ്കിൽ, ഒരു കല്യാണം കഴിക്കണമെങ്കിൽ കുറഞ്ഞ ഒരു 1.5 മണിക്കൂറെങ്കിലും വേണ്ടേ? ഒരാളെ കല്യാണം കഴിഞ്ഞ് ചടങ്ങൊക്കെ പൂർത്തിയാക്കി ഒരു 1.5-2 മണിക്കൂർ വേണ്ടേ? വേണോ? വേണം. അങ്ങനെ വെച്ച് നോക്കിയാൽ 16,000 പേരെ കെട്ടാൻ എത്ര വർഷം എടുക്കും? മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയല്ല, ഈ 16,000 പേരും ഒരേ സമയത്ത് ഭഗവാനെ തങ്ങളുടെ പതിയായി, ഇപ്പൊ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന എല്ലാവരും ഭഗവാനെ നീ എൻ്റെ രക്ഷിതാവാണെന്ന് ഒരേ സമയത്ത് പറഞ്ഞ് മനസ്സിൽ ഭഗവാനെ പ്രതീക്ഷിച്ചാൽ ഭഗവാൻ എന്തെങ്കിലും വിഷമമുണ്ടോ? അല്ല, ഞാനിവിടെ ഒരു മഹാവിഷ്ണുവേ ഉള്ളൂ, ഓരോരുത്തർ വാ എന്ന് പറയുമോ?
എല്ലാവരെയും ഒരുപോലെ ഭഗവാൻ സ്വീകരിക്കും. കാരണം എന്താ, എല്ലാവരുടെ ഉള്ളിലും കുടികൊള്ളുന്ന അതേ ചൈതന്യം തന്നെയാണ് താൻ. ആ ചൈതന്യമായി കുടികൊള്ളുന്നതിനെ അവരവർക്ക് അനുഭവിപ്പിച്ചു കൊടുത്തു ഭഗവാൻ. മനസ്സിലായില്ലേ? ഈ 16,000 പേരും അവരവരുടെ ഉള്ളിൽ തന്നെയുള്ള ഭക്തി കൊണ്ട് ഉജ്ജ്വലമായി അവരവരുടെ ഉള്ളിലെ കൃഷ്ണരൂപത്തെ പ്രത്യക്ഷമായി അനുഭവിച്ചു. അങ്ങനെ 16,000 പേരും ആ രൂപത്തെ തൻ്റെ ഭർത്താവായി സ്വീകരിച്ച് അവരങ്ങനെ ഭഗവാന്റെ ഭക്തിമാരായി. ഭഗവാൻ എല്ലാവർക്കും മുമ്പേ പറഞ്ഞ സംരക്ഷണം എന്നുള്ള നിലയിൽ, ഗൃഹങ്ങൾ രാജാവ് എന്നുള്ള നിലയിൽ വെച്ചു കൊടുത്ത് ഇവരിങ്ങനെ ഭഗവാന്റെ ജീവിതത്തിൽ ഭാഗമായി മാറി. ഇനി ഈ 16,000 ഭാര്യമാരെ മറ്റൊരു തലത്തിൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. പല അർത്ഥങ്ങൾ പറയുന്നുണ്ട്. 10,000 സംഗീതത്തിൻ്റെ വേർപിരിവുകൾ, 16,000 നാഡീഞരമ്പുകൾ എന്നുള്ള അർത്ഥത്തിൽ പറയും. അങ്ങനെ പലതര അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളുണ്ട്. ഇനി ഇത് വ്യക്തിഗതമായ മനുഷ്യസഹജമായ ഒരു ജീവിതത്തിൻ്റെ, ലൗകിക ജീവിതത്തിൻ്റെ തലത്തിലാണോ അല്ലയൊന്നും കൂടി നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഒരു സ്ത്രീയോടൊപ്പം ഏറ്റവും കുറഞ്ഞ ഒരു പകലും ഒരു രാത്രിയെങ്കിലും ഒരു ദിവസമെങ്കിലും വസിക്കണ്ടേ ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ? വേണ്ടേ? വേണോ വേണ്ടയോ? വേണം. അങ്ങനെയാണെങ്കിൽ ഈ 16,008 പേരോടെ ഭഗവാൻ വസിച്ച് ആദ്യത്തെ സ്റ്റാൻഡിൽ നിന്ന് വണ്ടി പോയി അവസാനം തിരിച്ച് അവിടെ തന്നെ വരണമെന്നുണ്ടെങ്കിൽ, പറഞ്ഞ മനസ്സിലായി, രുക്മിണി അടുത്തുനിന്ന് പോയി 16,000 പേരെടുത്ത് ഓരോ ദിവസം വസിച്ച് തിരിച്ച് രുക്മിണി അടുത്ത് വരണമെങ്കിൽ 43 വർഷവും 86 ദിവസവും എടുക്കും. സംശയമൊന്നും നോക്കണ്ട ആരും. 16,008 നിങ്ങളെ കയ്യിലിരിക്കുന്ന മൊബൈൽ 365 കൊണ്ടൊന്ന് ഭാഗിച്ചാൽ മതി, ഉത്തരം കിട്ടും. 43.86 84 വ്യത്യാസത്തിലേ ഉള്ളൂ. അപ്പോൾ ഏതാണ്ട് 43 വർഷവും 3 മാസവും പിടിക്കും. മനസ്സിലായില്ലേ? സാധിക്കുന്ന കാര്യമാണോ? ആണോ? അല്ല. ഇവിടെ ഗോപികമാർ നേടിയതുപോലെ മറുഭാഗത്ത് നേടി, ഇത്രയേ ഉള്ളൂ. ഇനി ഇങ്ങനെയുള്ള ഈ പത്നിമാരുടെ ജീവിതം എന്താണെന്ന് കാണാൻ വേണ്ടി നാരദർ ഒരു ദിവസം പരീക്ഷിക്കാൻ തുടങ്ങി. നാരദർക്ക് തോന്നി, ഈ ഒരു ഭാര്യയായിട്ട് ജീവിക്കുന്നവരുടെ വിഷമം ഭയങ്കരമാണ്. അപ്പോൾ ഇത്രയും പേരെയും കൂടി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഈ കൃഷ്ണൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തി. അങ്ങനെ നാരദ പരീക്ഷ എന്നൊരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. നാരദർ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും അവിടെ എല്ലാം ഭഗവാൻ അവിടെ ഉണ്ട്, അല്ലേ? അപ്പം നാരദർക്ക് മനസ്സിലായി ഇവരെല്ലാവരും അവരുടെ ഹൃദയത്തിൽ ആരെ സ്വീകരിച്ചവരാണ്? ഭഗവാനെ സ്വീകരിച്ചവരാണ്. അവർക്കെല്ലാവർക്കും വേണ്ടതെല്ലാം ആര് ചെയ്തു കൊടുക്കുന്നുണ്ട്? ഭഗവാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറയുമ്പോൾ അവിടെ പോയിരുന്ന് ചോറുണ്ണാൻ വേണ്ടി മാത്രം ഡൈനിങ് ടേബിളിൽ പോയിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവരോടൊപ്പം അവർ മലക്കറി എരിയുമ്പം കൂടെ എരിഞ്ഞ്, തുണി എഴുകുമ്പം കൂടെ ചെയ്ത് സഹവർത്തിത്വത്തോടുകൂടി എല്ലാ കർമ്മങ്ങളിൽ ഇഴുകി ചേർന്നാൽ പിന്നെ അവിടെ അടിയും വഴക്കും ഉണ്ടോ? മനസ്സിലായില്ലേ? ഒരു കുടുംബ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ഉത്തരവാദിത്വം സ്വയം ഒരു പുരുഷൻ നിർവഹിക്കണമെന്നതിന് നല്ല ദൃഷ്ടാന്തം ആർക്ക് മനസ്സിലായി? നാരദർക്ക് മനസ്സിലായി. ഈ ദൃഷ്ടാന്തം കൃത്യമായി അറിയാതെ പോയ ഒരാളും കൂടാണ് കുചേലൻ. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു നിലയിൽ നോക്കുമ്പോൾ കുചേലൻ്റെ ദാരിദ്ര്യത്തിൻ്റെ കാരണം ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലെ പാലിക്കേണ്ട ചില ധർമ്മങ്ങൾ പാലിക്കാതിരിക്കുകയും സന്യാസ ജീവിതത്തിൽ പാലിക്കേണ്ടതായ ധർമ്മം ഗൃഹസ്ഥാശ്രമത്തിൽ കൊണ്ടുവന്ന് പാലിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു വ്യത്യാസം കൂടി നമുക്ക് കാണാം. നമുക്ക് പിന്നീട് വിശദമായിട്ട് ചർച്ച ചെയ്യാം.